പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര അതിന്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. നാളെ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിലാണ് സമാപന സമ്മേളനം നടക്കുന്നത്. UDFന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും തന്നെ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുക. ഫെബ്രുവരി 6-ന് കാസർഗോഡ് കുമ്പളയിൽ നിന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര ആരംഭിച്ചത്. ഇതിനോടകം 14 ജില്ലകളിലായിട്ട് ഏതാണ്ട് 140 നിയമസഭാ മണ്ഡലങ്ങളും സന്ദർശിച്ച് അവിടുത്തെ ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ നാളെ ഈ യാത്രയ്ക്ക് സമാപനം കുറിക്കാൻ പോകുന്നത്. ഒരു പുതു കേരളത്തെ സൃഷ്ടിച്ചെടുക്കുക. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് LDF സർക്കാർ ഭരിച്ച് മുടിച്ച് തകർത്തെറിഞ്ഞ കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണമായിരുന്നു അങ്ങ് വടക്ക് നിന്നും വി ഡി സതീശൻ ആരംഭിച്ച് നാളെ തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. ഇതിനിടയിൽ നിരവധി രാഷ്ട്രീയ സംഭവങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ യാത്രയുടെ പുതുയുഗ യാത്രയുടെ ഒരു വമ്പിച്ച വിജയത്തെക്കുറിച്ച് തന്നെയാണ്. ആദ്യ ദിവസം മുതൽ ഓരോ മണ്ഡലങ്ങളിലും ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് ഈ യാത്രയെ സ്വീകരിക്കാൻ ആവേശപൂർവ്വം ഒത്തുചേർന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കേൾക്കാൻ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ, അദ്ദേഹം പറയുന്നത് കേൾക്കാനായിട്ട് ആയിരക്കണക്കിന് സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവരാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടി നിന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അതിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ട് അന്തം വിട്ടവരാണ്. മറുവശത്ത് LDFന്റെ 3 മേഖലാജാഥകൾ അവർ നടത്തിയിരുന്നു. ഒന്ന് വടക്കൻ മേഖലാജാഥ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും, മധ്യ കേരള യാത്ര കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ ജോസ് കെ മാണിയും, തെക്കൻ കേരള ജാഥ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിച്ച ജാഥകളായിരുന്നു. എന്നാൽ 3 ജാഥകളും യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ ആരോരും അറിയാതെ അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ യാത്രകളുടെ സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും ഒഴിഞ്ഞ കസേരകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി വരെ ഒഴിഞ്ഞ കസേരകളെ നോക്കി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലായിട്ടുണ്ട്. അങ്ങനെ 3 ജാഥകളും പരാജയമായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ CPI വിലയിരുത്തിയത്. CPMലെ ഒരു വിഭാഗം നേതാക്കൾക്കും അത്തരമൊരു വിലയിരുത്തൽ തന്നെയാണുള്ളത്. യാതൊരു ചലനവും സൃഷ്ടിക്കാതെ 3 യാത്രകളും അവസാനിച്ചു എന്നതാണ് CPMന് പോലും പല നേതാക്കളും പ്രവർത്തകരും എല്ലാം തന്നെ പറയുന്നത്. അതേസമയം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി യോഗം ചേർത്തി അവർ അഭിപ്രായപ്പെട്ടത് യാത്ര വലിയ വിജയമായിരുന്നു എന്നാണ്. അവർക്ക് അങ്ങനെ മാത്രമേ അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അവരുടെ ഘടകകക്ഷിയായിട്ടുള്ള CPI പറഞ്ഞത് 3 ജാഥകളും അമ്പേ പരാജയപ്പെട്ടു, അങ്ങേയറ്റം നിരാശാജനകമായ ജാഥകളായിരുന്നു. സംസ്ഥാന തലത്തിൽ ഒരൊറ്റ ജാഥ നടത്തിയാൽ മതിയായിരുന്നു, ഇതിനേക്കാൾ ഭേദം അതായിരുന്നു എന്നാണ് CPIയുടെ നേതൃയോഗം കൂടി ഇതിനെക്കുറിച്ച് വിലയിരുത്തിയത്. എന്തായാലും അത്തരത്തിൽ 3 ജാഥകളും പരാജയപ്പെട്ട് തകർന്ന തരിപ്പണമായി പോയിടത്താണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര. ആദ്യ ദിവസം മുതൽ ഇന്നുവരെ ഓരോ കേന്ദ്രങ്ങളിലും ഇളകിമറിയുന്ന ജനക്കൂട്ടത്തെ സാക്ഷ്യം നിർത്തിക്കൊണ്ടാണ് വി ഡി സതീശൻ പ്രസംഗിച്ചത്. ഇതിനിടയിൽ കോഴിക്കോട് വെച്ച് വി ഡി സതീശൻ UDFന്റെ ആരോഗ്യ നയം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായ. ഹെൽത്ത് റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചു. തൃശ്ശൂരിൽ വെച്ചാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. ആരോഗ്യരംഗത്ത് തങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും എന്തൊക്കെയാണ് UDF അധികാരത്തിലെത്തിയാൽ ചെയ്യാൻ പോകുന്നത് എന്ന് പൊതുസമൂഹത്തോട് പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്മേലൊക്കെ തന്നെ വിശദമായ ചർച്ചകളൊക്കെ തന്നെ നടക്കുകയാണ്. അതുകൂടാതെ ഓരോ ദിവസവും രാവിലെ അദ്ദേഹം ഓരോ മണ്ഡലങ്ങളിലെയും ഓരോ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായിട്ടും സംവദിക്കുന്നുണ്ട്. ഓരോ മേഖലയിലെയും പ്രശ്നങ്ങൾ അടുത്തറിയാനായിട്ട് അതാത് മേഖലകളിലെ ആളുകളുമായിട്ട് സംവദിക്കുകയും അതിനൊക്കെ തന്നെ പ്രശ്നപരിഹാരം അദ്ദേഹം നിർദ്ദേശിക്കുകയും അത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെയാകും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നടപ്പിലാക്കുക എന്ന കാര്യങ്ങൾ ആ യോഗത്തിൽ അറിയിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഓരോ ജില്ലകളിൽ നിന്നും ഇത്തരത്തിൽ ഓരോ ദിവസവും ലഭിക്കുന്ന പരാതികൾ അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ ജില്ലയ്ക്കും വേണ്ടിയിട്ട് പ്രത്യേകം ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്ന പരിപാടികളും നടന്നു വരികയാണ്. എന്തായാലും വളരെ വിജയകരമായിട്ടുള്ള ഒരു ജാഥയായിട്ട് പുതുയുഗ യാത്ര മാറിയിട്ടുണ്ട്. നാളെ പുത്തരിക്കണ്ടം മൈതാനിയിൽ ഇത് സമാപിക്കുമ്പോൾ 10 വർഷത്തെ ദുർഭരണം നടത്തുന്ന പിണറായി വിജയൻ സർക്കാരിനെ വലിച്ച് താഴെയിടാൻ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സന്ദേശം നൽകുന്ന, അതിന്റെ സൂചന നൽകുന്ന ഒരു ജാഥയായിട്ട് പുതുയുഗ യാത്ര മാറിയിട്ടുണ്ട്. നാളെ രാഹുൽ ഗാന്ധി കേരളത്തിലെ
മുൻ MP കൂടിയാണ് രാഹുൽ ഗാന്ധി. വയനാട് നിന്നുള്ള MP ആയിരുന്നു അദ്ദേഹം. നിലവിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക്, UDFന്റെ പ്രവർത്തകർക്ക് ആവേശമായി മാറിയിട്ടുള്ള രാഹുൽ ഗാന്ധി നാളെ പുതുയുഗ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ ഏറെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം ആ പ്രസംഗത്തെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ചും UDFന്റെ, കോൺഗ്രസിന്റെ അനുയായികളും അണികളും ഒക്കെ തന്നെ വലിയ ആവേശപൂർവ്വമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ വീക്ഷിക്കാനായിട്ട് കാത്തിരിക്കുന്നത്. കാരണം അദ്ദേഹം വളരെ സുപ്രധാനമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും നാളത്തെ തന്റെ പ്രസംഗത്തിൽ നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് മുൻപ് കർണാടകയിലും ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശിലും ഒക്കെ തന്നെ നടത്തിയതുപോലെയുള്ള ചില സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ടുള്ള ചില നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആ പ്രഖ്യാപനങ്ങൾ രാഹുൽ ഗാന്ധി തന്നെ നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കർണാടകയിൽ, തെലങ്കാനയിൽ ഒക്കെ കോൺഗ്രസ് അധികാരം പിടിക്കുന്ന സമയത്ത്, ആ പ്രചരണ സമയത്തൊക്കെ തന്നെ തങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആ സംസ്ഥാനത്ത് എന്താണ് തങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് എന്നത് വ്യക്തമാക്കിയിരുന്നു. അതായത് അതിനെ ഗ്യാരണ്ടി എന്നാണ് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത്. ആ ജനങ്ങൾക്ക് എന്താണ് ഗ്യാരണ്ടി ആയിട്ട് തങ്ങൾ നൽകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടത്. അതിന്റെ ഫലം കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. കർണാടകയിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര വാഗ്ദാനം ചെയ്തു. ഒപ്പം തന്നെ സ്ത്രീകൾക്ക് പ്രതിമാസ പെൻഷൻ വാഗ്ദാനം ചെയ്തു. അത്തരത്തിൽ ജോലിയില്ലാത്തവർക്ക് അതിനുള്ള അർഹമായ ആനുകൂല്യങ്ങൾ നൽകുന്ന ഗ്യാരണ്ടികൾ വാഗ്ദാനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഒക്കെ തന്നെ പല വിധത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സഹായകമാകുന്ന തരത്തിലുള്ള നിരവധി ഗ്യാരണ്ടികൾ അത്തരത്തിൽ വാഗ്ദാനം ചെയ്യുകയും അത് ഭരണത്തിലെത്തി ഏതാണ്ട് 3 മാസത്തിനകം നടപ്പിലാക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് കർണാടകയിലാകട്ടെ, തെലങ്കാനയിലാകട്ടെ, ഒപ്പം തന്നെ ഭരണത്തിലുള്ള ഹിമാചൽ പ്രദേശിലാകട്ടെ, എല്ലാ സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ വാഗ്ദാനം ചെയ്ത ഗ്യാരണ്ടികൾ ഒന്നിനു പുറകെ ഒന്നായിട്ടെല്ലാം നടപ്പിലാക്കി. അങ്ങനെ ജനക്ഷേമ പദ്ധതികളെല്ലാം നടപ്പിലാക്കി ജനകീയ സർക്കാരുകളായിട്ടാണ് ഈ 3 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിച്ച് മുന്നോട്ട് പോകുന്നത്. ആ സമാനമായ രീതിയിൽ കേരളത്തിൽ തങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നെ സംബന്ധിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ, ഗ്യാരണ്ടി പ്രഖ്യാപനങ്ങൾ, കേരളത്തിൽ ഭരണത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി നാളത്തെ തന്റെ പ്രസംഗത്തിൽ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും പ്രധാനമായിട്ടും ഈ സ്ത്രീകളെ, ഒപ്പം തന്നെ വയോജനങ്ങള്, യുവാക്കള് ഉൾപ്പെടെയുള്ളവരെ ചേർത്തു പിടിക്കാൻ തക്കവണ്ണമുള്ള ഗ്യാരണ്ടികൾ, വളരെ സുപ്രധാനമായിട്ടുള്ള ഗ്യാരണ്ടികളാകും രാഹുൽ ഗാന്ധി നാളെ പ്രഖ്യാപിക്കാൻ പോവുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്ത്രീകളെ സംബന്ധിച്ച് ഒപ്പം തന്നെ നിലവിൽ അവർക്ക് അർഹമായിട്ടുള്ള പല ആനുകൂല്യങ്ങളും ലഭിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്ക് അവർക്ക് പ്രതിമാസം ഒരു നിശ്ചിത തുക നൽകുന്ന രീതിയിൽ, ഒപ്പം തന്നെ സ്ത്രീകൾക്ക് സംസ്ഥാനത്തിനകത്ത് KSRTC ബസ്സിൽ ഉൾപ്പെടെ സൗജന്യ യാത്ര നൽകുന്നതുമായി ബന്ധപ്പെട്ടുൾപ്പെടെയുള്ള നേരത്തെ കർണാടകയിലും ഒക്കെ തന്നെ നടത്തിയതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ, ഗ്യാരണ്ടികൾ കേരളത്തിലും പ്രഖ്യാപിക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും മുന്നണിക്കും കൂടുതൽ ഗുണകരമാകുമെന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ വളരെ ആവേശപൂർവ്വമാണ്, ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത്. എന്തൊക്കെയാകും കേരളത്തിന് വേണ്ടി കാത്തുവെച്ചിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പുതിയ പ്രഖ്യാപനങ്ങളാണ് കേരളത്തിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്നത് എന്ന് സാഹൂതം കാത്തിരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും ഒപ്പം തന്നെ പൊതുജനങ്ങളും എല്ലാവരും. അതുകൊണ്ട് തന്നെ നാളത്തെ പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം വലിയ രീതിയിൽ ആകാംക്ഷയുള്ള ഒരു ചടങ്ങായിട്ട് മാറുകയാണ്. ഏവരും കാത്തിരിക്കുന്ന ഒരു ചടങ്ങായിട്ട് മാറുകയാണ്. UDFലെ ഘടകകക്ഷികളുടെ എല്ലാം തന്നെ സമുന്നതരായിട്ടുള്ള നേതാക്കളെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കും. ദേശീയ തലത്തിലെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും ഈ ചടങ്ങിൽ പങ്കെടുക്കും. കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കും. അങ്ങനെ വളരെ വിശാലമായിട്ടുള്ള 10,000-കണക്കിന് ആളുകളെ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള UDFന്റെ ഒരു ശക്തി പ്രകടനമായിട്ട് നാളത്തെ പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം മാറും. അതിനെ അങ്ങനെ മാറ്റി ആ ഒരു ആവേശം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിനുള്ള ഊർജമാക്കി മാറ്റിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുക എന്നതാണ് UDFന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം ലക്ഷ്യമിടുന്നത്.